ഇത്തരകം ആവേശ പോരാട്ടം പുന്നമടയിൽ ആരംഭിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം അന്തിമഘട്ടത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പതിവിൽ കവിഞ്ഞ തിരക്കാണ് പുന്നമടയുടെ തീരത്ത്. വള്ളംകളി കാണാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഒപ്പം വിദേശികളും. ആലപ്പുഴയിൽ വിദേശികളുടെ വലിയ പ്രവാഹമുള്ള സമയം കൂടിയാണ്, ടൂറിസം സീസണാണ്. ഈ വള്ളംകളി കാണാൻ എത്തിച്ചേരുന്ന അനവധി ആളുകളെ നമുക്ക് കാണാം. വള്ളംകളി പ്രേമികളായ ആളുകൾ പുറം രാജ്യങ്ങളിൽ നിന്നും പറ്റും ഇപ്പോൾ അങ്ങോട്ടേക്ക് അവധിയെടുത്തും മറ്റും എത്തിയ നിരവധി ആളുകൾ നമ്മുടെ ഉണ്ട്. നമുക്കറിയാം, വള്ളംകളി കാണാൻ മാത്രമായി 1-2 ദിവസം അവധിയെടുത്തു വരുന്ന ആളുകളുടെ ഒരു വലിയ കൂട്ടായ്മയുമുണ്ട്. പല വള്ളങ്ങളെയും സ്നേഹിക്കുന്നവർ, ബോട്ട് ക്ലബ്ബുകൾ സ്പോൺസർ ചെയ്യുന്നവർ, ഇതൊരു ആവേശക്കാഴ്ചയായി, ഒരു ആവേശ പോരായി എന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ, അങ്ങനെ അനവധി ആളുകളുണ്ട്. തയ്യാറെടുപ്പുകൾ അതിൻ്റെ പാരമ്യത്തിലാണ്. എത്ര നയനമനോഹരമായ, എത്ര ദൃശ്യചാരുതയുള്ള കാഴ്ചകളാണ് ഈ പുന്നമടക്കായൽ കാണുന്നത്. ഈ ബോട്ടുകളും വള്ളങ്ങളും മറ്റും വാടകയ്ക്കെടുത്ത് പുന്നമടക്കായലിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇതിൻ്റെ ആവേശം മുഴുവൻ മനസ്സിലേറ്റുന്ന, നെഞ്ചിലേറ്റുന്ന നിരവധി ആളുകളെയും നമുക്ക് കാണാം. ഇതവർ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. എത്രയോ നാളുകളായി ഒരു വള്ളംകളി അവസാനിച്ചാൽ അടുത്ത വള്ളംകളി വരെയുള്ള കാത്തിരിപ്പ്. അതാണ് ആലപ്പുഴയിലെ വള്ളംകളി പ്രേമികളുടെ ഒരു രീതി എന്നുള്ളതാണ്. ഇത്തവണ കുറച്ചുകൂടി പ്രൗഢഗംഭീരമാണ്. ജനങ്ങളുടെ വലിയ സാന്നിധ്യമുണ്ട്. വലിയ തോതിലുള്ള പ്രചരണം വള്ളംകളിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു സർക്കാരും ബോട്ട് ക്ലബ്ബുകളും മറ്റും. തുടർന്ന് അതനുസരിച്ചുള്ള വലിയ പ്രവാഹം ആരാധകരുടെ ആവേശക്കാഴ്ച വള്ളംകളി പ്രേമികളുടെ അങ്ങോട്ടേക്കുണ്ട് എന്നുള്ളതാണ്. അല്പസമയത്തിനകം 21 ചുണ്ടൻ വള്ളങ്ങളാണ് നമുക്കറിയാം ഇത്തവണത്തെ മത്സരത്തിൽ മാറ്റുരയ്ക്കുക. അവർ ആവേശകരമായ രീതിയിൽ പല ഹീറ്റ്സുകളിലായി ഈ മത്സരങ്ങൾക്ക്, പല റൗണ്ടുകളിലായി ഈ മത്സരങ്ങൾക്ക് തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. എല്ലാ മാസങ്ങളിൽ നീളുന്ന ഒരു പരിശീലനമൊക്കെ ഉണ്ട് ഇതിൻ്റെ ഭാഗമായി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ പ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നുണ്ട്. പുന്നമടയിലെ ഫിനിഷിംഗ് പോയിന്റിലാണ് ഇപ്പോൾ നമ്മുടെ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ എന്നുള്ളതാണ്. നാടെങ്ങുമുള്ള വള്ളംകളി സീസണിന് തുടക്കം കുറിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇത്. ഇനിയിപ്പോൾ അങ്ങോട്ട് വള്ളംകളിയുടെ ലീഗ് മത്സരങ്ങൾ, വള്ളംകളി മത്സരങ്ങൾ നിരവധിയുണ്ട്. ചമ്പക്കുളം വള്ളംകളി അടക്കം, ചെന്നിത്തല മഹാത്മാ ജലോത്സവം അടക്കമുള്ള ഒരുപാട് വള്ളംകളികൾക്ക് കൂടി ഇനിയും നമ്മുടെ ദിവസങ്ങൾ സാക്ഷ്യം വഹിക്കും എന്നുള്ളതാണ്. അത്തരം തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ആളുകൾ, വള്ളംകളി പ്രേമികൾ പ്രവഹിക്കുന്നു. പ്രത്യേക യൂണിഫോമുകളിൽ വർണ്ണാഭമായ കാഴ്ചകൾ നമുക്ക് കാണാം പുന്നമട കായലിൽ. പുന്നമട എല്ലാം തയ്യാറെടുത്ത് കഴിഞ്ഞു. ഓരോ റൗണ്ടുകളിലായി ഓരോ തരത്തിൽ ആളുകളെ, വള്ളങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഏറ്റവും മണിക്കൂറുകൾ നീളുന്ന ഹീറ്റ്സ് ഉണ്ടാകും. അതിനുശേഷം ഫൈനൽ മത്സരമുണ്ടാകും. പായിപ്പാടനടക്കമുള്ള ജലരാജാക്കന്മാർ മാറ്റുരയ്ക്കുന്ന വള്ളംകളി അല്പസമയത്തിനകം, ചുണ്ടൻ വള്ളങ്ങളുടെ രാജകീയ പോരാട്ടം അല്പസമയത്തിന് ആരംഭിക്കും. ശ്രീജയും ശരണ്യ സ്നേഹജനും തുടരുന്നു അവരിലേക്ക്. മത്സരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു വിദഗ്ധ കമന്റേറ്ററെ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് മത്സരം കാണാൻ തുടങ്ങുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ചെറിയ ചില ടിപ്സ് ഞങ്ങൾ പറഞ്ഞുതരാം. ഓരോ ട്രാക്കിലും എന്തൊക്കെ ശ്രദ്ധിക്കണം, ഓരോ ഹീറ്റ്സിലും ആരൊക്കെ വരാൻ സാധ്യതയുണ്ട്, നമ്പർ ശ്രദ്ധിച്ചു വെക്കേണ്ടത് ഏതാണ്, അങ്ങനെയുള്ള കുറച്ച് ടിപ്സ് ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തെ ഹീറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹീറ്റ്സ് 1-ൽ 4 ട്രാക്കുകളിൽ ആദ്യത്തെ ട്രാക്കിൽ ആനാരി കൈനകരി ടൗൺ ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. ട്രാക്ക് 2-ൽ വെള്ളംകുളങ്ങര സെന്റ് ജോസഫ്സ് ബോട്ട് ക്ലബ്ബാണ്. ട്രാക്ക് 3-ൽ ശ്രീവിനായകൻ മങ്കൊമ്പ് ബോട്ട് ക്ലബ്. ട്രാക്ക് 4-ൽ കാരിച്ചാൽ KCBC കാരിച്ചാൽ. അപ്പൊ അതില് നമ്മൾ പ്രധാനമായിട്ട് ഉറ്റുനോക്കേണ്ടത് സ്വാഭാവികമായി കാരിച്ചാലിനെ തന്നെയാണ്. കാരിച്ചാൽ ഒരു മികച്ച പെർഫോമൻസിൽ ആദ്യം എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ട, നേരത്തെ പറഞ്ഞ പോലെ ആരെ എഴുതി തള്ളാൻ പറ്റില്ല അല്ലെ. ഈ ദിവസം ആരുടെ ഒപ്പാണെന്ന് നമുക്ക് ഉറപ്പായിട്ടും ഈ ദിവസം മനസ്സാണ്. അവരുടെ ഇന്നത്തെ ദിവസം അവർക്ക് ഭാഗ്യമുള്ളതാണോ അല്ലയോ അതനുസരിച്ചിരിക്കും കാര്യങ്ങളൊക്കെ. വെള്ളംകുളങ്ങര നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആകെ 6 മാസമേ ആയിട്ടുള്ളൂ ഇറങ്ങിയിട്ട്. അതിനിടയിൽ തന്നെ അവർ ഒരു ജലമേള, ആ ജലമേള കൈനകരി ജലമേള അല്ലെ, കരുമാടി ജലമേള. അതായത് ഈ വെള്ളംകുളങ്ങര എന്ന് പറയുന്നത് ഒരുപാട് ലെഗസി ഉള്ള ഒരു വള്ളമാണ്. അതായത് പഴയ നെപ്പോളിയനാണ്. നെപ്പോളിയനായിട്ട് നിന്ന ഘട്ടത്തില് നെഹ്റു ട്രോഫി പലതവണ വാങ്ങിയിട്ടുള്ള വള്ളമാണ്. പിന്നീട് വെള്ളംകുളങ്ങരക്കാർ വാങ്ങിയതോടുകൂടിയാണ് പേര് വരുന്നത്. ആ വെള്ളംകുളങ്ങര എന്നുള്ള പേര് വന്നതിന് ശേഷം അത് കുറച്ചു നാൾ അവർ ആ വള്ളം ഉപയോഗിച്ചു. ആ പഴയ നെപ്പോളിയൻ വെള്ളംകുളങ്ങരയായി തന്നെ ഉപയോഗിച്ചു. പിന്നീട് അത് പുതുക്കിപ്പണിത വള്ളമാണ് ഇപ്പൊ ഇറങ്ങുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ 6 മാസത്തിനകം PVC തുഴഞ്ഞ കരുമാടിയില് അവർ വിജയം നേടിക്കഴിഞ്ഞു. അതായത് 88-ലും 2002-ലും ഒക്കെ വെള്ളംകുളങ്ങര എന്നുള്ള രീതിയിൽ അവർ കപ്പടിച്ചു. പിന്നെ 57, 58, 59, 61 അങ്ങനെ ചരിത്രം കൂടെയുള്ള ഒരു വള്ളമാണ്. നെപ്പോളിയൻ ആയിരുന്നു, നെപ്പോളിയൻ ബോണപ്പാർട്ട്. അങ്ങനെ അപ്പൊ ആദ്യത്തെ
പ്രത്യേകത എന്ന് പറഞ്ഞാലേ ആ വെള്ളം ഭയങ്കര ഗംഭീര വെള്ളമാണെന്നാണ് വള്ളംകളി വിദഗ്ധരുടെ ഒരു അഭിപ്രായം. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു വള്ളം. ആ വള്ളത്തിനൊക്കെ ഒരു ഒരുക്കത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അങ്ങനെയുള്ളത്. അതുകൊണ്ടാണ് PBC കരുമാടി ജലോത്സവത്തിൽ വെള്ളംകുളങ്ങര വള്ളത്തിലാണ് തവണ അവർ കളിച്ചത്. അവര് ഫസ്റ്റ് കിട്ടിയായിരുന്നു ഇത്തവണ. നമുക്കൊക്കെ നല്ല പരിചയമുള്ള ഒരു മുഖം കടന്നു ഗോപി ചെമ്മണ്ണൂർ. അദ്ദേഹം കഴിഞ്ഞ വർഷം ഈ ടീമിന്റെ ക്യാപ്റ്റൻ. അതെ അതെ, കഴിഞ്ഞ വർഷം അദ്ദേഹം വിയ്യപുരം വില്ലേജ് ബോട്ട് ക്ലബ് കഴിയുന്ന വിയ്യപുരത്തിന്റെ ക്യാപ്റ്റനായി അദ്ദേഹം ഉണ്ടായിരുന്നു. ഇത്തവണയും അദ്ദേഹം ഇതാ BBC തന്നെ ക്യാപ്റ്റനായി അദ്ദേഹം ഉണ്ട്. അറിയാം, നമുക്ക് എന്നും ഇതുപോലെ ആരാധകരുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാൻസിനെ കയ്യിലെടുക്കാനുള്ള ഒരുപാട് നമ്പറുകൾ കയ്യിലുള്ള ആളാണ് ബോബി ചെമ്മണ്ണൂർ. ആ നമ്പറുകൾ റെഡി ആയിട്ടുണ്ട്. എല്ലാരെയും അദ്ദേഹത്തിന്റെ പതിവ് ശൈലി ഗ്രീറ്റ് ചെയ്തുകൊണ്ട് കടന്നു പോകുന്നുണ്ട്. വളങ്ങളൊക്കെ ഇപ്പോ മാസ്റ്ററിലായിട്ട് വള്ളംകളിക്കിടയിലെ മറ്റൊരു കാഴ്ച, മാസ്റ്ററിൽ തയ്യാറെടുക്കുകയാണ്. രണ്ടാമത്തെ ട്രാക്കിൽ നമ്മൾ ഈ ട്രാക്കിലേക്ക് വരുവാണെങ്കിൽ ഹിറ്റ്സ് വണ്ണിൽ വരുവാണെങ്കിൽ രണ്ടാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര വരുമ്പോൾ പിന്നെ വരുന്നത് ട്രാക്കിൽ സീവ് നായകനാണ് മങ്കമ്മ ബോട്ട് ക്ലബിന്റെ. വലിയ ഇത്തവണ അവരെങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ ഇതിന് മുമ്പ് അത്ര വലിയൊരു വലിയ ചരിത്രം അവർ കുറിച്ചിട്ടില്ല. പക്ഷേ ട്രാക്ക് 4 വരുന്നത് ജലചക്രവർത്തി കാരിശ്. ഉറപ്പായിട്ടും അവിടെ കൂടുതൽ സംശയം അവർക്ക് ഭയങ്കര വൈകാരികത ഉണ്ട്. ഉറപ്പായിട്ടും അവരുടെ ബോട്ടിൽ അവരുടെ ക്ലബ്ബുകാരായ അവരുടെ നാട്ടുകാർ തൊഴിയുന്നുള്ള ആ നാട്ടുകാർ തൊഴിഞ്ഞ് ആ കാരിച്ചാലിനെ ഏറ്റവും ഫസ്റ്റ് എത്തിക്കാന്നുള്ള അവർക്ക് അവരുടെ ഒരു അഭിമാനത്തിന്റെ ഇത്രയും തവണ കാരിച്ചാലി നെഹ്റു ട്രോഫിയിൽ 16 തവണ മുത്തവിട്ടെന്ന് പറയുമ്പോഴും വല്ലതൊക്കെ തുടങ്ങി പല ടീമുകളൊക്കെ കാരിച്ചാലി നമുക്ക് രണ്ടാമത്തെ ഹീറ്റ്സിലേക്ക് പോവാം. കരുവാറ്റേണ ആവേശം വ്യത്യസ്തമായി. ഞങ്ങളിത് കഴിഞ്ഞ് തീരുമ്പോഴേക്കും ശബ്ദം ഉണ്ടാവുമെന്ന് അറിയില്ല. ശബ്ദം ഉള്ളത്ര സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ഹീറ്റ്സിൽ ആദ്യത്തെ ട്രാക്കിലുള്ളത് കരുവാറ്റയാണ്, രണ്ടാമത്തെ ട്രാക്കിലുള്ളത് ചെറുതനെയാണ്, മൂന്നാമത്തെ ട്രാക്കിൽ നടുവിലെ പറമ്പൻ, നാലാമത്തെ ട്രാക്കിൽ പായ്പാടൻ 2 പായ്പാടൻ ബോട്ട് ക്ലബ്. പായ്പാടൻ 2 എന്ന് പറയുന്നത് അവരുടെ ഒരു ബി ടീമാണ്. രണ്ട് ടീമുണ്ട്. അതിലെ ബി ടീം പഴയ പായ്പാടൻ ചുണ്ടലിലാണ് അവരെത്തുന്നത്. കുറച്ച് പായ്പാട്ടുകാരുടെ മുന്നിൽ നിങ്ങൾ പെട്ടുപോയെന്ന് തോന്നുന്നു. പായ്പാടിനെ കാണുമ്പോൾ അടങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഹീറ്റ്സിൽ അങ്ങനെ ഒരു വലിയ വിസ്മയം കാഴ്ചവെക്കുന്ന ഒരു വള്ളം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അല്ലേ? എന്നാലും ഈ പായ്പാടൻ 2 ഒരു സ്ട്രോങ് ടീമാണ്. പുതിയ പായ്പാടൻ 1 ആണ് പഴയ പായ്പാടൻ. ഇത് പായ്പാടൻ 2 ആണ്. 2017 റെക്കോർഡ് സമയം കുറിച്ച വള്ളമാണ്. ഹാർട്ടിക് ഉൾപ്പെടെ നെഹ്റു ട്രോഫിയിൽ നേരിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അവർ അത്ര സ്ട്രോങ് അല്ല, കാരണം അവർക്കൊരു പുതിയ ടീമുണ്ട്. ഇതൊരു ബി ടീമാണ്. കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന പായ്പാടനാണല്ലോ ഒറിജിനൽ. ഇത്തവണ അവര് കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നത് അതിനാണ്. ആ വള്ളം മത്സരിക്കുന്ന 5ാമത്തെ ഹീറ്റ്സിൽ പായ്പാടന്റെ ബി ടീമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ വലിയ ആകാംക്ഷ ഇല്ല. നമുക്ക് അടുത്ത ട്രാക്കിലേക്ക് പോവാം, അടുത്ത ഹീറ്റ്സിലേക്ക് പോവാം. അടുത്ത ഹീറ്റ്സ് നമ്പർ 3 ചമ്പക്കുളം. ഓഫ് കോഴ്സ് വലിയ ചരിത്രമുള്ള വള്ളമാണ്. യുവരാജാവ് എന്നാണ് ചമ്പക്കുളം അറിയപ്പെടുന്നത്. ഒരുപാട് തവണ അവർ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുണ്ട്. ആ മത്സരത്തിൽ രണ്ടാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്നത് തലവടി ചുണ്ടനാണ്. ചുണ്ടനാണ് ഏറ്റവും നെഹ്റു ട്രോഫി കളിക്കുന്നതിൽ ഏറ്റവും ചെറിയ വള്ളം കൂടിയാണ്. അതിനകത്തൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ തലവടി ചുണ്ടൻ എന്ന് പറയുന്നത് ഇറങ്ങിയത് 2 വർഷം. പക്ഷെ അവർ ഫസ്റ്റ് വരവിൽ തന്നെ നെഹ്റു ട്രോഫിയിൽ 6ാം സ്ഥാനം വന്നു. അടുത്ത തവണ, അത് കഴിഞ്ഞ തവണ അവർ 5ലേക്ക് വന്നു. ഇത്തവണ അവർ ഓരോ പ്രാവശ്യം അവർ മെച്ചപ്പെടുത്തി. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, കഴിഞ്ഞ തവണയും തലവടി തുഴഞ്ഞത് UBC കൈനകരിയാണ്. അതായത് ആ ടീമും വള്ളവും സെറ്റാണ്. അവർ രണ്ടാം